വെൽക്കം. തായ്മാനാണ്. ഇമാറ്റിനിബ് എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ചിട്ടും ഈ മരുന്ന് ഉൾപ്പെടുന്ന ഇമാറ്റിനിബ് ഉൾപ്പെടുന്ന BCR-ABL ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ്. സോ ഈ ഗ്രൂപ്പിൽപ്പെട്ട മറ്റു മരുന്നുകളെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ലഘുവായിട്ട് ഇമാറ്റിനിബിനെ കുറിച്ച് പറയാം, ബിക്കോസ് അധികം ആൾക്കാർക്കും ഇമാറ്റിനിബിനെ കുറിച്ച് കേട്ടാൽ മാത്രം മതി. പക്ഷെ നമുക്ക് ഗ്രൂപ്പിലെ മറ്റു മരുന്നുകളെ കുറിച്ചിട്ടെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻസ് എന്ന കാര്യം കൂടി നമുക്ക് പുറകെ പറഞ്ഞു പോകും. സോ ഏറ്റവും ലളിതമായിട്ട് ഇതിന്റെ മെക്കാനിസം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ BCR-ABL ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ മതി. ഇമാറ്റിനിബ് ആൻഡ് ഇമാറ്റിനിബ് ലൈക്ക് ഡ്രഗ്സ്. ഇമാറ്റിനിബ് ആണ് ഈ ഗ്രൂപ്പിലെ ആദ്യത്തെ മരുന്ന്. ഈ ഗ്രൂപ്പിലെ മാത്രമല്ല, ടാർഗറ്റഡ് ഡെലിവറിയിലെ ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന സ്മോൾ മോളിക്യൂൾസ് ആണ് ഇതെല്ലാം. സോ ആ ഗ്രൂപ്പിൽ വരുന്ന ആദ്യത്തെ മരുന്ന് കൂടിയാണ് ഇമാറ്റിനിബ്. സോ ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് മോർ ഫേമസ് ദാൻ അതർ. സോ ഏറ്റവും പ്രധാനമായിട്ട് 2 അസുഖങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുക. ഒന്ന് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ, സോ ബ്ലഡ് ക്യാൻസർ ആണ്. സോ ഇതിലാണ് ഉപയോഗിക്കുക. ഫിലഡൽഫിയ ക്രോമസോം മൂലമുള്ള CML ആണ് ഒരു ഉപയോഗം. രണ്ടാമത്തെ ഉപയോഗം ജിസ്റ്റിലാണ്. ജിസ്റ്റ് മീൻസ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സ്ട്രോമൽ ട്യൂമറിനെയാണ് നമ്മൾ ജിസ്റ്റ് എന്ന് പറയാം. സോ ഈ 2 ഉപയോഗത്തിലാണ് ഈ മരുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം. സാധാരണ ഇത് ഉപയോഗിക്കുന്ന ഇമാറ്റിനിബ് ഉപയോഗിക്കുന്നത് 400 മില്ലിഗ്രാം ആണ്. 400 മില്ലിഗ്രാം അത് പരമാവധി 800 മില്ലിഗ്രാം ആക്കാം എന്ന് പറഞ്ഞാൽ 400 മില്ലിഗ്രാം ഇൻറ്റു BD 2 നേരം കൊടുത്തിട്ട് 800 മില്ലിഗ്രാം വരെയൊക്കെ ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ദോഷഫലങ്ങൾ എന്ന് വെച്ചാൽ സ്കിന്നിലുള്ള റാഷസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1. രണ്ടാമത്തത് GI ദഹനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. ദാറ്റ് ഈസ് മ്യൂക്കസ് അൾസർ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുമൂലം നൗസി ഉണ്ടാകാം, വോമിറ്റിംഗ് ഉണ്ടാകാം, ഓക്കാനം, ഛർദിൽ. ദെൻ ശരീരത്തിലെ ഭക്ഷണം ശരിക്കും അങ്ങോട്ട് ആഗിരണം ചെയ്യാതെ വരുമ്പോഴത്തേക്കും മാലബ്സോർഷൻ ഉണ്ടാകാം. ഈ മാലബ്സോർഷൻ മൂലമുണ്ടാകുന്ന ഡയേറിയ. സോ ഇത്രയാണ് ഈ ഗ്രൂപ്പിലെ മരുന്നുകൾക്കും ഇമാറ്റിനിബിൻ്റെയും പ്രത്യേക സൈഡ് എഫക്ട്സ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളത്. പിന്നെ ഇതിന് വേണമെങ്കിൽ പെരി ഓർബിറ്റൽ എഡീമ കൂടി നമുക്ക് എഴുതാം. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ടത്. ദെൻ എഡീമ നമുക്ക് അല്ലെങ്കിലും എഴുതാം. ബാക്കി ഉപയോഗം കൂടി ഒന്ന് പറഞ്ഞു പോയേക്കാം. ബാക്കി ഉപയോഗങ്ങൾ ഒന്ന് ഡെർമാറ്റോ ഫൈബ്രോ സാർക്കോമ പ്രൊട്രൂബ്രൻസ് എന്ന് പറയുന്ന. സോ ഇറ്റ്സ് എ സ്കിൻ ക്യാൻസർ ആണ്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്കിൻ ക്യാൻസർ ആണ്. ദെൻ വേറൊരു ടൈപ്പ് ഓഫ് സ്കിൻ ക്യാൻസർ ആണ്, ദാറ്റ് ഈസ് ലെൻഡിജിനസ് മെലനോമ എന്ന് പറയുന്നതും ഒരു സ്പെഷ്യൽ സ്കിൻ ക്യാൻസർ ആണ്. മ്യൂക്കോസൽ ആകാം അല്ലെങ്കിൽ ഏക്രൽ ആകാം. സോ ഇങ്ങനെയുള്ള സ്കിൻ ക്യാൻസറിന് ഉപയോഗിക്കാം. ദെൻ മറ്റൊരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണ്. അതിനെ നമ്മൾ CMML എന്ന് പറയും. സോ ക്രോണിക് മൈലോയിഡ് തന്നെയാണ് ഇവിടെ, പക്ഷെ നമ്മൾ ഇത് EM സ്റ്റാൻഡ്സ് ഫോർ മോണോസൈറ്റിക് എന്നാണ്. മോണോസൈറ്റിക് ലുക്കീമിയാണ് മറ്റൊരു ഉപയോഗം. ദെൻ അടുത്തൊരു ഉപയോഗം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ഇസ്നോഫിലിക് സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നത്തിന് കൂടി ഈ മരുന്ന് ഉപയോഗിച്ചേക്കാം. സോ ഇത്രയാണ് നമുക്ക് ജനറലായിട്ട് ഈ ഇമാറ്റിനിബിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ ഈ ഗ്രൂപ്പിലെ മറ്റു മരുന്നുകൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഈ ഗ്രൂപ്പിലെ മരുന്ന് ഇതായിരുന്നു. ഇമാറ്റിനിബ് തന്നെയാണ് ആദ്യത്തെ മരുന്ന്. ദെൻ സെക്കൻഡ് ജനറേഷൻ മരുന്നുകൾ വന്നു. സോ ദിസ് ഈസ് ഫസ്റ്റ് ജനറേഷൻ. രണ്ടാമത്തെ ഗ്രൂപ്പാണ് സെക്കൻഡ് ജനറേഷൻ വന്നു. അതിൽ പ്രധാനപ്പെട്ടത് നിലോറ്റിനിബ് ആണ്. ഓക്കെ. പിന്നെ വന്നത് ഡാസാറ്റിനിബ് ആണ്. ഡാസാറ്റിനിബ് എന്ന് പറയുന്ന മരുന്ന്. പിന്നെ വന്നത് ബോസുറ്റിനിബ് എന്ന് പറയുന്ന മരുന്ന് വന്നു. ഇത്രയാണ് സെക്കൻഡ് ജനറേഷൻ വന്നത്. ദെൻ തേർഡ് ജനറേഷൻ വന്നത് പാനാറ്റിനിബ് ആണ്. ഇനി അഡീഷണൽ ആയിട്ട് പിന്നെയും ഉണ്ട് 2-3 ഡ്രഗുകൾ. വൺ ഈസ് ബൊനാറ്റിനിബ് ഉണ്ട്. പിന്നെ ഒരെണ്ണം ബൊഫേറ്റിനിബ് എന്ന് പറയുന്ന മരുന്നുണ്ട്. എങ്കിലും ഇത്രയും മരുന്നുകളാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഇമാറ്റിനിബ്, നിലോയാണ്, ദെൻ ഡാസാറ്റിനിബ്, ബോസുറ്റിനിബ്, ദെൻ പാനാറ്റിനിബ്. സോ ഇത്രയും മരുന്നുകളാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നിബിലാണ് അവസാനിക്കുക. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലെ മരുന്നുകളെല്ലാം തന്നെ ടിനിബിലാണ് അവസാനിക്കുക. ഓക്കെ. സോ ഓൾ ദീസ് ആർ ടിനിബ്സ്. ഇനി എല്ലാം BCR-ABL എന്ന് പറയുന്ന ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ ആണ് എന്ന് പറഞ്ഞു. ദെൻ ഓൾ ദീസ് ഡ്രഗ്സ് ആർ ഗിവൺ ഓറലി, ഗുളികയായിട്ട് വായിലൂടെ കൊടുക്കുന്ന മരുന്ന്. സോ ഇത് ആന്റി ക്യാൻസർ ഡ്രഗ് നമ്മൾ സൈറ്റോടോക്സിക് ഹോർമോൺസ് ആൻഡ് ടാർഗറ്റഡ് എന്നാണ് ക്ലാസിഫൈ ചെയ്തത്. സോ സൈറ്റോടോക്സിക്കിന്റെ പ്രധാനപ്പെട്ട എല്ലാ ദോഷഫലങ്ങളും ഈ മരുന്നുകൾക്ക് ഇല്ല എന്നുള്ളതാണ് ഈ മരുന്നുകളുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള പ്രത്യേകത എന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. സോ ദർ ഈസ് നോ ദാറ്റ് സൈഡ് എഫക്ട്സ് ഓഫ് സൈറ്റോടോക്സിക് ഡ്രഗ്. കൺവെൻഷണൽ ആന്റി ക്യാൻസർ ഡ്രഗ് സൈറ്റോടോക്സിക് ഡ്രഗ് ആണ്. സോ അതിന്റെ സൈഡ് എഫക്റ്റുകൾ ഈ മരുന്നുകൾക്ക് ഇല്ല. ഇനി ഇവിടെ ഒരു ഏകദേശ മെക്കാനിസവും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഈ മരുന്നുകൾ
ഒട്ടിച്ചേരുന്നത് ഇമാറ്റിനിബ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇമാറ്റിനിബ് ഒട്ടിച്ചേരുന്നത് BCR-ABL. ഇതാ ഒരു BCR-ABL ആണെന്ന് വിചാരിക്കാം. ഇറ്റ്സ് എ ഫ്യൂഷൻ ജീൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്യൂഷൻ പ്രോട്ടീൻ ആണ്, ഫ്യൂഷൻ ജീൻ വഴി ഉണ്ടാകുന്ന പ്രോട്ടീൻ ആണ്. സോ ഇറ്റ്സ് ആൻ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ ആണ് എന്നും കൂടി ഓർത്ത് വെച്ചേക്കുക. സോ രണ്ട് ഭാഗങ്ങൾ അത് രണ്ടും ഒട്ടിച്ചേർന്നിരിക്കുന്നു. അതിൽ ഇത് BCR ഭാഗവും ഇത് ABL ഭാഗവും ആണെങ്കിൽ ABL ഭാഗത്ത് ഇവിടെ വന്നാണ് ഒട്ടിച്ചേരുക. സോ ഇവിടെ വന്ന് ഒട്ടിച്ചേരുമ്പോഴത്തേക്കും ഇവിടെ ഈ ഫ്യൂഷൻ ജീനിന്റെ ABL കൈനേസിൽ ഒട്ടിച്ചേരുമ്പോഴത്തേക്കും ഇവിടെ ATPക്ക് അല്ലെങ്കിൽ അഡിനോസിന് വന്ന് ഒട്ടിച്ചേരാൻ പറ്റാതെ വരും. സോ ഇതിന്റെ ഫോസ്ഫോറിലേഷൻ നിൽക്കും. സോ ഈ മരുന്ന് ഒട്ടിച്ചേരുമ്പോൾ അവിടെ ATP വന്നൊട്ടിച്ചേർന്ന് അവിടെ ഫോസ്ഫോറിലേഷൻ ആണ് നിൽക്കുക. സോ ഇറ്റ് ബ്ലോക്സ് ദ ATP ബൈൻഡിങ് സൈറ്റ് ഓഫ് ABL കൈനേസ്. ATP ഉണ്ടെങ്കിൽ ഈ എൻസൈം ടൈറോസിൻ കൈനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഫോസ്ഫേറ്റ് വെച്ചിട്ട് അവിടെ ഫോസ്ഫോറിലേഷൻ ചെയ്യാനായിട്ട് സാധിക്കൂ. ഇങ്ങനെ ഫോസ്ഫോറിലേഷൻ നടന്നില്ലെങ്കിൽ, ഇവിടെ നിന്ന് ഫോസ്ഫോറിലേഷൻ നടന്നില്ലെങ്കിൽ താഴെയുള്ള ഇൻട്രാ സെല്ലുലാർ സിഗ്നലിംഗ് പാത്വേസ് എല്ലാം ബ്ലോക്ക് ആകും. ബ്ലോക്ക് ആകുമ്പോഴത്തേക്കും ഗ്രോത്ത്, സെൽ ഡിവിഷൻ ഒക്കെ നിൽക്കും. ഇനി ഈ മാറ്റിനിബ് ഒട്ടിച്ചേരുന്ന ഭാഗവും മറ്റ് ഈ ഗ്രൂപ്പിലെ മരുന്നുകൾ ഈ പറയുന്ന നിലോട്ടിനും ഡാസാറ്റിനും ഇതൊക്കെ ഒട്ടിച്ചേരുന്ന ഭാഗവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മാറ്റിനിബ് ഒട്ടിച്ചേരുന്ന ഭാഗത്ത് ഒട്ടിച്ചേരുന്ന പ്രശ്നം വന്നു, റെസിസ്റ്റൻസ് ഒക്കെ വന്നാലും മറ്റ് മരുന്നുകൾ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന പ്രത്യേകത കൂടിയാണ്. സോ ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എവറിത്തിങ് ലെറ്റ്സ് സീ ഇൻ ഡീറ്റെയിൽ. ഈ ഇമാറ്റിനിബ് ഉൾപ്പെടുന്ന ഈ മരുന്നിന്റെ ഗ്രൂപ്പിന്റെ പേര് നമ്മൾ പറഞ്ഞത് BCR-ABL എന്നാണ്. BCR-ABL കൈനേസ് ഓർ ടൈറോസിൻ കൈനേസ് എന്നാണ് ഈ മരുന്നിന്റെ എൻസൈംസ് അല്ലെങ്കിൽ റിസപ്റ്ററിന്റെ പേര്. സോ എന്താണ് BCR-ABL? സോ ഇത് അടിസ്ഥാനപരമായിട്ടൊരു കൈനേസ് ആണ്, കൈനേസ് എൻസൈം ആണ്, കൈനേസ് എൻസൈം. സോ നമ്മൾ റിസപ്റ്റർ പഠിച്ചപ്പോൾ 4 തരം റിസപ്റ്ററുകളാണ് പഠിച്ചത്. ഒന്ന് ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്റർ, 2 G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ, ഇത് GPCR ആണ്. മൂന്നാമത്തതാണ് നമ്മൾ പഠിച്ചത് എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റേഴ്സ്. നാലാമത്തത് സൈറ്റസോളിക് അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയർ റിസപ്റ്റർ. സോ ഇത്രയും റിസപ്റ്ററാണ് പഠിച്ചത്. അതിൽ നമ്മൾ ഈ സംസാരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്. ദിസ് എൻസൈം ലിങ്ക് ടൈപ്പ് ഓഫ് റിസപ്റ്റർ ആണ് ബേസിക്കലി ഇത്. ഈ എൻസൈം ലിങ്ക് റിസപ്റ്റർ തന്നെ പലതരം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പലതരം കൈനേസസുകളുണ്ട്. കൈനേസ് ഇൻഹിബിറ്റേഴ്സ് ഓർ കൈനേസസ്, നമ്മൾ മരുന്നിനെ കുറിച്ചാണ് കൈനേസ് ഇൻഹിബിറ്റേഴ്സ്. സോ ഈ കൈനേസസ് പലതരം ഉണ്ട്. ഒന്ന് ടൈറോസിൻ കൈനേസസ് ഉണ്ട്. ടൈറോസിൻ കൈനേസസ് ടൈപ്പ് ഓഫ് എൻസൈം. ടൈറോസിൻ കൈനേസ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻസൈം ആണെങ്കിൽ, ഇത് സെൽ മെംബ്രെയിൻ ആണെങ്കിൽ, ഇത് എക്സ്ട്രാ സെല്ലുലാർ ഡൊമെയിൻ, ഇത് ഇൻട്രാസെല്ലുലാർ ഡൊമെയിൻ. ഈ ഇവിടെ ഉള്ളത് ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് റെസിഡ്യൂസ് കൂടുതലുണ്ട്. അതാണ് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ ടൈറോസിൻ കൈനേസസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിനെ തടയുന്ന ഇൻഹിബിറ്റേഴ്സ്. സോ മരുന്നുകൾ നമ്മൾ പറയുന്നത് ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ്. 2 ഇറ്റ് ക്യാൻ ബി സെറിൻ ഓർ ത്രിയോണിൻ കൈനേസ് ഇൻഹിബിറ്റർ. ഓക്കെ, ഇൻഹിബിറ്റർ. സോ ഇത് ഇൻസ്റ്റെഡ് ഓഫ് ടൈറോസിൻ ഇറ്റ് ക്യാൻ ബി സെറിൻ ആകാം ഓർ ഇറ്റ് ക്യാൻ ബി ത്രിയോണിൻ ആകാം. സോ അങ്ങനെയുള്ളതുണ്ട്. ഇനി മൂന്നാമത്തത് വേറെ ടൈപ്പ് ജാനസ് കൈനേസസ് ഇൻഹിബിറ്റർ ഉണ്ട്. ജാനസ് കൈനേസസ് എന്ന് പറയുന്ന എൻസൈമിനെ തടയും. സോ അതിനെ തടയുന്ന മരുന്നുകളുണ്ട്. ദെൻ നാലാമത്തത് വേറെയും ഒരുപാടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് മൾട്ടി കൈനേസ് എന്ന് പറയാം. മൾട്ടി കൈനേസ് ഇൻഹിബിറ്റേഴ്സ്. സോ ഇതാണ് ഡ്രഗ് ഗ്രൂപ്പ്. കൈനേസ് ഇൻഹിബിറ്റർ ടൈപ്പ് ഉള്ളത് ഇതൊക്കെയാണ്. ടൈറോസിൻ കൈനേസ് ഉണ്ട്, സെറിൻ ത്രിയോണിൻ കൈനേസ് ഉണ്ട്, ജാനസ് കൈനേസ്, ദെൻ ഡിഫറെന്റ് അതർ തിങ്സ് ഞാൻ ക്ലാസിഫിക്കേഷനിൽ കുറെ പറഞ്ഞിരുന്നു. എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ മൾട്ടി കൈനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. അതിൽ ടൈറോസിൻ കൈനേസിന്റെ ഒരു ടൈപ്പിനെ പറ്റി മാത്രമാണ് നമ്മൾ ഈ പറയുന്നത്. അതിലെ ഒരു വിഭാഗമാണ് BCR-ABL ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ വിഭാഗം മരുന്നുകൾ. ഇനിയും പല വിഭാഗം മരുന്നുകൾ ഈ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നമുക്കിനി BCR-ABL ജീന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. സോ യൂഷ്വലി BCR-ABL ജീനെ കുറിച്ചിട്ടല്ല ഞാൻ ആദ്യം പറയാം. ആദ്യം ടൈറോസിൻ കൈനേസ് ലിങ്ക്ഡ് റിസപ്റ്റേഴ്സിനെ കുറിച്ച് പറയാം. ഇത് അതിന്റെ ഇൻട്രാസെല്ലുലാർ ഡൊമെയിൻ, ഇത് എക്സ്ട്രാ സെല്ലുലാർ ഡൊമെയിൻ, ഇത് ട്രാൻസ്മെംബ്രെയിൻ ഡൊമെയിൻ. ഇതൊരു റിസപ്റ്ററാണ്, ഇത് മറ്റൊരു റിസപ്റ്ററാണ്. സോ യൂഷ്വലി ലിഗൻഡ് ഇവിടെ ഒന്ന് ഒട്ടിച്ചേരുന്നു. ലിഗൻഡ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദിസ് റിസപ്റ്റർ ഗെറ്റ് ഡൈമറൈസ്. സോ ആദ്യം ഡൈമറൈസേഷൻ നടക്കും. ദെൻ ഈ ഭാഗം ഇയാളും ഫോസ്ഫോറിലേറ്റ് ചെയ്യും. സോ ഓട്ടോ ഫോസ്ഫോറിലേഷൻ നടക്കും. സോ സാധാരണ രീതിയിൽ ലിഗൻഡ് വന്ന് ബൈൻഡ് ചെയ്യണം ഇത് റിസപ്റ്ററിലും ഈ റിസപ്റ്ററിലും. വെൻ 2 റിസപ്റ്റേഴ്സ് ഹോമോ ഡൈമർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ 2 റിസപ്റ്റേഴ്സുകളിൽ ഒരേ ലിഗൻഡ്
മരുന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അതൊരു ഡൈമർ ആകും. അതിനെ നമ്മൾ ഹോമോഡൈമർ എന്നാണ് പറയാ. സോ അപ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ദിസ് ഡൈമർ പ്രൊഡ്യൂസസ് ഓട്ടോഫോസ്ഫോറിലേഷൻ. സോ ഇത് ഇൻട്രാ സെല്ലുലാർ സിഗ്നലിംഗ് പാത്വേസ് ഉണ്ടാക്കും, ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ ഉണ്ടാക്കും. ഇതാണ് സാധാരണ രീതിയിൽ എൻസൈം ലിങ്ക് റിസപ്റ്റർ ചെയ്യുന്നത്. പക്ഷെ എന്താണ് BCR-ABL ജീനിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BCR എന്ന് പറയുന്ന ജീൻ ഉള്ളത്, ഇപ്പം ഞാൻ ഇത് ക്രോമസോം എന്ന് വരയ്ക്കുകയാണ്. ക്രോമസോം വരയ്ക്കുകയാണെങ്കിൽ ഇത് 9ാമത്തെ ക്രോമസോം എന്ന് വരയ്ക്കുക. ഇവിടെ BCR ഉണ്ടെന്ന് വിചാരിക്കുക. BCR-ന്റെ ജീൻ ഇവിടെയാണ് ഇരിക്കുക. സോ ഇത് എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവിക്കുക ഇവിടെ BCR ആ പ്രോട്ടീൻ ഉണ്ടാവണം. സോ ഇത് BCR ആണ്. BCR ഇവിടെ ഉണ്ടായി. ദെൻ അടുത്ത ജീൻ ഉള്ളത് 22ാമത്തെ ക്രോമസോമിലാണ്. 22ാമത്തെ ക്രോമസോമിൽ ഇവിടെ ABL ഉണ്ടെന്ന് വിചാരിക്കുക. ABL ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇത് വീണ്ടും ABL ഉണ്ടായി. സോ ദിസ് ഈസ് ABL. ഇങ്ങനെയാണ് സാധാരണ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇത് 22ാമത്തെ ജീനാണ്. പക്ഷേ ഇവിടെ ഒരു മ്യൂട്ടേഷൻ നടക്കുകയാണ്. ഈ മ്യൂട്ടേഷൻ നടന്നിട്ട് ഈ ABL BCR-ലേക്ക് പോയി പിടിക്കുക. ABL BCR-ൽ പോയി പിടിക്കുന്നു. അതിന് 9:22 ട്രാൻസ്ലൊക്കേഷൻ എന്നാണ് നമ്മൾ പറയാം. സോ ദിസ് ഈസ് ദാറ്റ് മ്യൂട്ടേഷൻ. ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ചേർന്ന പ്രോട്ടീൻ ആയിരിക്കും. സോ ദിസ് ഈസ് എ ഡൈമർ. ഓൾറെഡി ഡൈമർ ആയിട്ട് അതിൽ BCR ഉണ്ട്, ABL ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു ഡൈമർ ആയിട്ടായിരിക്കും വരിക. ഇവിടെ ലിഗൻഡ് പിടിക്കേണ്ട ആവശ്യം ഇല്ലാതെ തന്നെ ഇത് ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും, ഇത് ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. സോ ഓട്ടോഫോസ്ഫോറിലേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും. സോ ഇൻട്രാസെല്ലുലാർ സിഗ്നലിംഗ് ആക്ടിവേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും. സോ ബിക്കോസ് ഓഫ് ദിസ് മ്യൂട്ടേഷൻ, ഈ മ്യൂട്ടേഷൻ സംഭവിച്ചത് ABL എന്ന് പറയുന്നത് BCR-ലേക്ക് ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ്. സോ ആൻഡ് ദിസ് മ്യൂട്ടേഷൻ നമ്മൾ വിളിക്കുക ഫിലാഡൽഫിയ ക്രോമോസോം. അങ്ങനെ ഉണ്ടായിരുന്ന ഈ വലിയ ക്രോമസോമിനെ നമ്മൾ വിളിക്കുക ഫിലാഡൽഫിയ ക്രോമോസോം എന്നാണ് വിളിക്കുക. ഓക്കെ. സോ ഫിലാഡൽഫിയ ക്രോമസോം ഉള്ള ആൾക്കാരിൽ, സോ അതിനെ നമ്മൾ ഫിലാഡൽഫിയ ക്രോമസോം പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയും. ഇങ്ങനെയുള്ള ആൾക്കാരിൽ എന്താ സംഭവിക്കുക? അവർക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ടല്ല വരിക, രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും വരിക. ആൻഡ് ഇവിടെ ലിഗൻഡ് പിടിക്കാതെ തന്നെ ഇത് ആക്ടിവേഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഇത് തിങ്ക് ദാറ്റ് ദിസ് ആക്ടിവേഷൻ ഈസ് ഹാപ്പനിങ് ഓൺ ദ WBC സെൽ ആണെന്ന് വിചാരിക്കാം. സോ ഇതൊരു WBC സെല്ലാണ്, ഇത് അതിന്റെ ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ ഇത് ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ബിക്കോസ് ദിസ് സെല്ലിന്റെ റെഗുലേറ്റിംഗ് ഫാക്ടർ ആണ്, സെൽ ഡിവിഷനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടർ ആണ്. ഓക്കെ. സോ ബിക്കോസ് ഓഫ് ദിസ് 9:22 translocation or gain of function mutation, Philadelphia chromosome with a already joined ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൈമർ ആയിട്ടുള്ള BCR-ABL എന്ന് പറയുന്ന ജീൻ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. സോ ഇതാണ് CML, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയുടെ. സോ ഓൾറെഡി ദേ ഹാവ് എ ഫ്യൂഷൻ പ്രോട്ടീൻ, ദേ ഹാവ് BCR, ദേ ഹാവ് ABL. സാധാരണ രീതിയിൽ ഇത് സെപ്പറേറ്റ് ചെയ്ത് വരികയും ഇവിടെ ഡ്രഗ് പിടിക്കുകയും ഇവിടെ ലിഗൻഡ് പിടിക്കുകയും ചെയ്യുമ്പോൾ രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടും ആ സമയത്ത് മാത്രമായിരിക്കും ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആർ ബീൻ എക്സ്പ്രസ്ഡ് ആൻഡ് റിലീസ്ഡ്. സോ അങ്ങനെ ബ്ലഡ് സെല്ലുകൾ ഉണ്ടാകുമ്പോഴാണ് രോഗമാണ് നമ്മൾ CML, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുന്ന തരം ബ്ലഡ് ക്യാൻസർ ഉണ്ടാവും. സോ ഇറ്റ്സ് എ മ്യൂട്ടേഷൻ മൂലമുള്ള, ജനറ്റിക്കലി പ്രശ്നം മൂലമുള്ള, ഫിലാഡൽഫിയ ക്രോമസോം എക്സ്പ്രസ് ചെയ്യുന്നത് മൂലമുള്ള ഒരു രോഗമാണ്. അപ്പോൾ ഈ രോഗം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസ്, ആദ്യത്തെ യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇമാറ്റിനിബ് ക്യാൻ ബി ഗിവൺ ഇൻ CML കൊടുക്കാം. പക്ഷെ നമ്മൾ രോഗം ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചു, ഐ മീൻ ന്യൂലി ഡയഗ്നോസ്ഡിൽ നമ്മൾ ആദ്യമേ ഫസ്റ്റ് തന്നെ ഇമാറ്റിനിബ് എടുത്ത് കൊടുക്കുകയല്ല. വി വിൽ ഗിവ് അനദർ ഡ്രഗ്. അതിന്റെ പേര് ഹൈഡ്രോക്സിയൂറിയ എന്ന് പറയുന്ന മരുന്നായിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുക. ഇറ്റ്സ് ഓൾസോ ആൻ ആന്റി ക്യാൻസർ ഡ്രഗ്. വേറെയും പല ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇത് ആദ്യം കൊടുത്തിട്ട് 2 ദിവസം 2-3 ദിവസമൊക്കെ ഇത് കൊടുത്തിട്ട് നമ്മൾ 3rd ഡേ തൊട്ടൊക്കെ ആയിരിക്കും മിക്കവാറും ഇമാറ്റിനിബ് എന്ന് പറയുന്ന ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഈ ഇമാറ്റിനിബിന് റെസിസ്റ്റന്റ് ആണെങ്കിൽ വി വിൽ ഗോ ഫോർ നിലോറ്റിനിബ് എന്ന് പറയുന്ന മരുന്നോ അല്ലെങ്കിൽ ഡോസാറ്റിനിബ് എന്ന് പറയുന്ന 2nd ജനറേഷൻ മരുന്നുകളിലേക്ക് പോകും. ഇവിടെയും മ്യൂട്ടേഷൻ മൂലം പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ, ഐ മീൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് ഓർ റെസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ പോകുന്നത് പോനാറ്റിനിബിലേക്കാണ്. പോനാറ്റിനിബ് എന്ന് പറയുന്ന മരുന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ പോനാറ്റിനിബ് മിക്കവാറും എല്ലാത്തരം റെസിസ്റ്റൻസിനും ആക്റ്റീവ് ആയിരിക്കും. എഗെയിൻസ്റ്റ് ഓൾ റെസിസ്റ്റൻസ് നമ്മൾ പ്രത്യേകം പറയാം, അതിന് ആക്റ്റീവ് ആയിരിക്കും. എന്നിട്ടും വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് പുതിയ ഒരു മരുന്ന്, വേറൊരു ടൈപ്പ് ഓഫ് മരുന്നിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി
വരും. ഇപ്പോൾ 2 തരം ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്ററിന് ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ, 2 ഗ്രൂപ്പിനെതിരെ വർക്ക് ചെയ്തില്ലെങ്കിൽ, വി വിൽ ഗോ ടു അനദർ ഡ്രഗ്. ആ ഡ്രഗിന്റെ പേര് ഒമിസിറ്റാക്സിം എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ്. നമ്മുടെ സെഫാലോസ്പോറിൻ പോലെയുള്ള ഒരു തരം മരുന്നാണ്. പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ വിഭാഗത്തിൽ മരുന്നാണ്. ഇത് റൈബോസോമിലായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോഴത്തേക്കും ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നില്ല. അതാണ് BCR-ABL പ്രോട്ടീൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ. സോ ഒമിസിറ്റാക്സിം എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ വേറൊരു തരം മരുന്ന് കൂടിയുണ്ട്. അതിനെ നമ്മൾ സ്റ്റാമ്പ് ഇൻഹിബിറ്റർ എന്നാണ് പറയുക. സ്റ്റാമ്പ് ഇൻഹിബിറ്റർ എന്ന് വിളിക്കും. ഈ മരുന്നിന്റെ പേര് ASCIMINIB, അസിമിനിബ് എന്ന് പറയുന്ന മരുന്നാണ്. സോ ഇത് ABL തന്നെയാണ് ബൈൻഡ് ചെയ്യുക. ABL തന്നെ ബൈൻഡ് ചെയ്യുന്ന ഒരു മരുന്നാണ്. ABL ആ ഭാഗത്ത് വന്ന് ബൈൻഡ് ചെയ്യുന്ന തരം മരുന്നാണ്. പക്ഷെ ഇവയെ വിളിക്കുക നമ്മൾ സ്റ്റാമ്പ് ഇൻഹിബിറ്റർ എന്നാണ്. മറ്റേ ഇമാറ്റിനിബ് ഒക്കെ ബൈൻഡ് ചെയ്യുന്ന സൈറ്റിലല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അല്ലോസ്റ്റെറിക് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്റ്റാമ്പ് ഇൻഹിബിറ്റർ എന്ന് പറയുക. സോ ഇതാണ് ട്രീറ്റ്മെന്റ് ഫോർ ദിസ്. CML എന്ന് പറയുന്ന രോഗത്തിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ഹൈഡ്രോക്സിയൂറിയ ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇമാറ്റിനിബ് കൊടുത്തു നോക്കും. ഇമാറ്റിനിബിനോട് റെസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ നിലോറ്റിനിബ്, ഡോസാറ്റിനിബ് കൊടുക്കും. എന്നിട്ടും പറ്റില്ലെങ്കിൽ പൊനാറ്റിനിബ് കൊടുക്കാം. ഇതൊന്നും പറ്റുന്നെങ്കിൽ ഒമിസിറ്റാക്സിം എന്ന് പറയുന്ന മരുന്നും ദെൻ അസിമിനിബ് പോലെയുള്ള മരുന്നുകളിലേക്ക് നമുക്ക് മാറാം. ഇനി നമ്മൾ ഈ മരുന്നുകളുടെ ആക്ഷൻസ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇമാറ്റിനിബ് എന്ന് പറയുന്ന മരുന്ന് ഒട്ടിച്ചേരാവുന്നത് ഇത് ഇനാക്റ്റീവ് സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ്. ഈ BCR എന്ന് പറയുന്ന ജീൻ ഇനാക്റ്റീവ് സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് ഇത് ഒട്ടിച്ചേരുക. പക്ഷേ ഡാസാറ്റിനിബ് എന്ന് പറയുന്ന മരുന്നിനെ ആക്റ്റീവ് സ്റ്റേജിലും ഒട്ടിച്ചേരാം, ഇനാക്റ്റീവ് സ്റ്റേജിലും ഒട്ടിച്ചേരാം. ദെൻ അതർ മരുന്നുകൾ ഇതേപോലെ ഒട്ടിച്ചേരുന്നത് നിലോറ്റിനിബ്, ദെൻ ബോസുറ്റിനിബ്, ഇവയ്ക്കെല്ലാം ഇങ്ങനെ ഒട്ടിച്ചേരാൻ പറ്റും. ദെൻ പോനാറ്റിനിബ് എന്ന് പറയുന്ന മരുന്ന് എല്ലാത്തരം BCR-ABL മ്യൂട്ടേഷനിൽ ഉപയോഗിക്കാമെങ്കിലും സാധാരണ ഉപയോഗിക്കുക T3151 എന്ന് പറയുന്ന ഒരു മ്യൂട്ടേഷനിലാണ് ഉപയോഗിക്കുക. സോ 15 to 20% CML രോഗികളിൽ ഈ മ്യൂട്ടേഷൻ ആണുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് സാധാരണ രീതിയിൽ പൊനാറ്റിനിബ് എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കുക. ഇനി ഇമാറ്റിനിബിന് വേറൊരു ഉപയോഗം കൂടിയുണ്ട്. അത് C-KIT മ്യൂട്ടേഷനിലാണ്. സോ C-KIT മ്യൂട്ടേഷൻ മൂലം ഉണ്ടാകുന്ന രോഗമാണ് GIST എന്ന് പറയുന്നത്. ഓക്കെ, GIST. ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ഇൻ പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ. അതിലും പ്രവർത്തിക്കാം. സോ അതിൽ പ്രവർത്തിക്കുന്നത് മൂലമാണ് ഇത് നമ്മൾ CMML വേണ്ടി ഉപയോഗിക്കുക. സോ ദിസ് ഫോർ മോണോസൈറ്റിക്. സോ ക്രോണിക് മൈലോയിഡ് മോണോസൈറ്റിക് ലുക്കീമിയയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബിക്കോസ് ഓഫ് ദിസ് ആക്ഷൻ. ഇവിടെയും പ്രവർത്തനം ഉള്ളതുകൊണ്ടാണ്. ദെൻ ബോസുറ്റിനിബ് എന്ന് പറയുന്ന മരുന്ന്, ദെൻ ഓൾസോ പോനാറ്റിനിബ് എന്ന് പറയുന്ന മരുന്നിനും SRC സാർക്കൈനേസിലും ആക്ഷൻ ഉണ്ട്. സോ SRC കൈനേസ് ഓർ സാർക്കൈനേസിലും ആക്ഷൻ ഉള്ള മരുന്നുകളാണ് ബോസുറ്റിനിബ് ആൻഡ് പാനാറ്റിനിബ് എന്ന് പറയുന്ന മരുന്നുകൾ. ദെൻ ഇത് കൊടുക്കുന്ന ഇമാറ്റിനിബ് ആണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ലൈൻ ഇമാറ്റിനിബ് ആണ്. CMLന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ദെൻ ഡോസാറ്റിനിബ് എന്ന് പറയുന്ന മരുന്നും അല്ലെങ്കിൽ നിലോറ്റിനിബ് കൊടുക്കുന്നത്. ഇത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ സെക്കൻഡ് ലൈൻ ആണ് കൊടുക്കുക. ഇതിവിടെ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മൾ കൊടുക്കുക, അല്ലാതെ ഈ മരുന്നുകൾ ഉപയോഗിക്കത്തില്ല. ഈ മരുന്നുകളൊന്നും ഫലവത്തല്ലെങ്കിലാണ് നമ്മൾ ഇതിനകത്തേക്ക് പോവുക. സോ ഇതെല്ലാത്തരം മ്യൂട്ടേഷനിലും ഫലമുള്ള ഒരു മരുന്നാണ് പോനാറ്റിനിബ് എന്ന് പറയുന്ന മരുന്ന്. ഇനി എല്ലാ മരുന്നും ഓറലായിട്ട് കൊടുക്കാവുന്ന മരുന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗുളികയായിട്ട് ഉപയോഗിക്കാവുന്ന മരുന്നുകളാണ്. ആൻഡ് ഇമാറ്റിനിബിന്റെ ഡോസും ഞാൻ ഓൾറെഡി പറഞ്ഞു, 400 മില്ലിഗ്രാം ആണ് സാധാരണ. 400 മില്ലിഗ്രാം BD 2 നേരം, 400 മില്ലിഗ്രാം 2 നേരം, അല്ലെങ്കിൽ 800 മില്ലിഗ്രാം ആണ് സാധാരണ പരമാവധി ഇതിന്റെ ഡോസ്. ഈ മരുന്നുകൾ ആക്സിലറേറ്റഡ് ഫേസ്, ഇതിന് പലതരം ഫേസ് ഉണ്ട് ഈ അസുഖത്തിന്. ആക്സിലറേറ്റഡ് ഫേസിലാണെങ്കിലാണ് നമ്മൾ ഇത് കൂടുതൽ ഡോസിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ 400 മില്ലിഗ്രാം കൊടുക്കും. ആക്സിലറേറ്റഡ് ഫേസ് ആണെങ്കിൽ 600 to 800 മില്ലിഗ്രാം കൊടുക്കാം. ആൻഡ് ഇതിൽ ഏറ്റവും പൊട്ടന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡാസാറ്റിനിബ് ആണ്. മോസ്റ്റ് പൊട്ടന്റ് BCR-ABL ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ. ദെൻ ആൻഡ് ദിസ് ഈസ് ഓൾസോ ഷോർട്ട് ആക്ടിംഗ് ആണ്. ഇതിന്റെ ഡോസ് എന്ന് പറയുന്നത് 100 to 400 മില്ലിഗ്രാം വരെയാണ് ഇതിന്റെ ഡോസ്. ദെൻ നിലോറ്റിനിബ് ആണ്. നിലോറ്റിനിബാണ് ഏറ്റവും കൂടുതൽ അഫിനിറ്റി ടു BCR-ABL ഏറ്റവും കൂടുതലുള്ളത് നിലോറ്റിനിബ് എന്ന് പറയുന്ന മരുന്നിനാണ്. ദെൻ ഈ മരുന്നുകളെല്ലാം തന്നെ ഓൾ ദീസ്
ഡ്രഗ്സ് ആർ CYP3A4 വഴി നശിക്കുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുള്ളതാണ്. ഇപ്പൊ റിഫാംബിസിൻ CYP3A4 ഇൻഡ്യൂസ് ചെയ്യുന്ന മരുന്നാണ് നമുക്കറിയാം. സോ റിഫാംബിസിനും ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇമാറ്റിനിബ് ആണെങ്കിൽ 70% വരെ മരുന്നിന്റെ ഗുണം കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഈ ഇമാറ്റിനിബ് എന്ന് പറയുന്നത് CYP3A4ന്റെ സബ്സ്ട്രേറ്റ് കൂടിയാണ്. സോ അതിന്റെ ഒപ്പം നമ്മൾ സിംവാസ്റ്റാറ്റിൻ എന്ന് പറയുന്ന കൊളസ്ട്രോളിനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൊഴുപ്പ് രോഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. സോ ഇതിന്റെ 3 to 5 ഫോൾഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. സോ ഡ്രഗ് ഇന്ററാക്ഷൻസ് ആണ് ഇതിനുള്ള ഒരു പ്രശ്നം. ദെൻ പോനാറ്റിനിബ്, ഈ മരുന്നിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് CYP3A4 മാത്രമല്ല, CYP2C8, then 2D6, 3A4/5 ഇങ്ങനെയൊക്കെയുള്ള മറ്റ് എൻസൈമിൽ കൂടി ആക്ഷൻ ഉള്ള മരുന്നാണ്. സോ എല്ലാം തന്നെ ഇറ്റ് ക്യാൻ കോസ് ഡ്രഗ് ഇന്ററാക്ഷൻസ് എന്നാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ആൻഡ് നിലോട്ടിനിബ്, ഇതിൽ നമ്മൾ പറഞ്ഞ നിലോട്ടിനിബിന്റെ ബയോ അവൈലബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. 30% ബയോ അവൈലബിലിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഭക്ഷണത്തോടൊപ്പം കഴിക്കുകയാണെങ്കിൽ, ഫുഡിനൊപ്പം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ബയോ അവൈലബിലിറ്റി വിൽ ഇൻക്രീസ്. സോ ഭക്ഷണത്തോടൊപ്പം കഴിക്കേണ്ട മരുന്ന് ഇത് നിലോട്ടിനിബ് എന്ന് പറയുന്ന മരുന്നാണ്. സോ വിച്ച് ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ ഓർ BCR-ABL ഈസ് ഇൻക്രീസ് വിത്ത് ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നിലോട്ടിനിബ് എന്ന് പറയുന്ന മരുന്നാണ്. ഇനി ഈ ഗ്രൂപ്പ് ഓഫ് മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് പറയുകയാണെങ്കിൽ സൈഡ് എഫക്ട് പ്രൊഫൈൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആദ്യം തന്നെ അതിന്റെ പറഞ്ഞു, അപ്പൊ തന്നെ എല്ലാത്തിൻ്റെയും പറഞ്ഞു. 1 റാഷ്, സ്കിൻ പ്രശ്നങ്ങളാണ്. 2 GI പ്രോബ്ലംസ് ആണെന്ന് പറഞ്ഞു. GI നൗസിയ ഉണ്ടാക്കാം, വോമിറ്റിംഗ് ഉണ്ടാക്കാം. ദെൻ ബിക്കോസ് ഓഫ് മാലബ്സോർഷൻ ഇറ്റ് ക്യാൻ കോസ് ഡയേറിയം ഉണ്ടാക്കാം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ പ്രത്യേകിച്ച് ഇമാറ്റിനിബിന്റെ മാത്രം എടുത്തു പറയുകയാണെങ്കിൽ ഇമാറ്റിനിബിന് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാവുന്നത് ഞാൻ അതായിരുന്നു പറഞ്ഞത്, പെരി ഓർബിറ്റൽ എഡീമ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. സോ വെറുതെ പെരി ഓർബിറ്റൽ എഡീമ ഉണ്ടാവില്ല, അല്ലാതെയും എഡീമ ഉണ്ടാക്കണം. സോ ഇറ്റ് ക്യാൻ കോസ് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കാം. ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കാവുന്ന ഒരു ചാൻസ് ആണ് CHF ഉണ്ടാക്കാവുന്നത്. ദെൻ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാക്കാം. ദെൻ മറ്റൊരു പ്രശ്നം പ്ലൂറൽ എഫ്യൂഷൻ ആണ്. പ്ലൂറൽ എഫ്യൂഷൻ വേറെ ചില മരുന്നുകൾ കൂടി ഉണ്ടാക്കാം. മയാൾജിയ, പേശി വേദന ഉണ്ടാക്കാം. ഓക്കെ, ദെൻ ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അബ്ഡോമിനൽ പെയിൻ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇമാറ്റിനിബിന് സാധാരണ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ദെൻ ഡാസാറ്റിനിബ് ആണ് അടുത്ത മരുന്ന്. ഡാസാറ്റിനിബിന് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ ഒന്ന് ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ കോസ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ വേറൊരു നമ്മൾ പറഞ്ഞത് പ്ലൂറൽ എഫ്യൂഷൻ നമുക്ക് ഇവിടെയും എഴുതാം. ദെൻ അടുത്ത മരുന്ന് ബോസുറ്റിനിബ് ആണ്. ബോസുറ്റിനിബ് ഉണ്ടാക്കാവുന്നത് ഡയറിയ ആണ്. ദെൻ വോമിറ്റിംഗ് ഉണ്ടാക്കാം, നൗസിയ ഉണ്ടാക്കാം, ഇതൊക്കെ ഉണ്ടാക്കാം. ദെൻ അതിന്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നത് ത്രോംബോസൈറ്റോപീനിയ എന്നുള്ള പ്രശ്നമാണ്. ദെൻ അടുത്ത ഡ്രഗ് എന്ന് നമുക്ക് പറയാനുള്ളത് പൊനാറ്റിനിബ് ആണ്. പൊനാറ്റിനിബിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടീരിയൽ ത്രോംബോസിസ് ഉണ്ടാക്കാം. ത്രോംബോസിസ് എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കാനുള്ള ചാൻസ് ആണ് ആർട്ടീരിയൽ ത്രോംബോസിസ്. ദെൻ ഹെപ്പാറ്റോ ടോക്സിസിറ്റിയും ഉണ്ടാക്കാം. സോ ഇത് രണ്ടുമാണ് ഇവയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ദെൻ മറ്റ് ചില പ്രശ്നങ്ങൾ, ഒന്ന് ലിപ്പേസ് കൂടുതൽ ഉണ്ടാക്കാം, ദെൻ അമൈലേസ് കൂടുതൽ ഉണ്ടാക്കാം. സോ ഇത് രണ്ടും ഉണ്ടാക്കുന്നുണ്ട്. പാൻക്രിയറ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളും പൊനാറ്റിനിബ് എന്ന് പറയുന്ന മരുന്നിനുണ്ടാക്കാം. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ജിസ്റ്റിനകത്ത് ഇതിൽ ഈ ഗ്രൂപ്പിൽ ഈ മരുന്ന് മാത്രമാണ് ഉപയോഗിക്കുക. ഇമാറ്റിനിബ് ഈ ഗ്രൂപ്പിൽപ്പെട്ട ഇമാറ്റിനിബ് മാത്രമാണ് ഉപയോഗിക്കുക. മറ്റു ഈ ഗ്രൂപ്പിൽപ്പെട്ട ഒരു മരുന്നും ഇത് ഉപയോഗിക്കില്ല. ദെൻ ബോസിറ്റിനിബ് ഉപയോഗിക്കില്ല. നിലോറ്റിനിബോ ഈ മരുന്നുകളൊന്നും തന്നെ ഉപയോഗിക്കില്ല. മാത്രമല്ല ഇഫ് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്, ഇമാറ്റിനിബ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ ചില മരുന്നുകളാണ്. ഒന്ന് സുനിറ്റിനിബ് എന്ന് പറയുന്ന മരുന്നാണ്, സുനിറ്റിനിബ്. ദെൻ റിഗാറോഫെനിബ് പോലെയുള്ള മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ പിന്നെയുണ്ട് വേറെ പല മരുന്നുകൾ കൂടിയുണ്ട്. റിപ്പർട്ടിനിബ് എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കാം. ദെൻ അവപ്രിറ്റിനിബ് എന്ന് പറയുന്ന മരുന്നുകൾ കൂടി ഉപയോഗിക്കാം. സോ ഇതൊക്കെ നമ്മൾ വേറെ ടൈറോസിൻ കൈനേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ മൾട്ടി കൈനേസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പഠിക്കാൻ പോവുക. സോ ഇമാറ്റിനിബ് ജസ്റ്റിൽ ഉപയോഗിക്കും, പക്ഷെ ബാക്കി മരുന്നുകളൊന്നും തന്നെ ഈ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളൊന്നും തന്നെ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഇനി ഈ ഗ്രൂപ്പിലെ 2 മരുന്നുകൾ ഡാസാറ്റിനിബും നിലോറ്റിനിബും ഈ 2 മരുന്നുകളുടെയും വേറൊരു പ്രശ്നം, രണ്ടും QT പ്രൊലോങ്ങേഷൻ ഉണ്ടാക്കാം എന്നുള്ള. സോ ദീസ് ആർ ദ 2 ഡ്രഗ്സ് വിച്ച് ക്യാൻ കോസ് QT പ്രൊലോങ്ങേഷൻ. ഈ ഗ്രൂപ്പിൽ
ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട 2 മരുന്നുകൾ ഇതാണ്. ദെൻ ഇതിന്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു ആർട്ടീരിയൽ ഒക്ലൂസീവ് ത്രോംബോസിസ്. സോ ഇങ്ങനെ ഉണ്ടാവുന്നത് മൂലം കുറച്ച് നാൾ ഈ മരുന്നൊന്ന് നിർത്തിവെച്ചായിരുന്നു. പിന്നീട് വീണ്ടും ഈ ബോക്സ് വാർണിംഗ് ഒക്കെ വെച്ചിട്ട് ഈ ഹെപ്പാറ്റോക്സിറ്റി ആൻഡ് ദീസ് ബോക്സ് വാർണിംഗ് വെച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത്. ദെൻ ദീസ് ഡ്രഗ്സ് ക്യാൻ ബി യൂസ്ഡ് ഡസാറ്റിനി പോലെയുള്ള മരുന്നുകൾ ഫിലാഡൽഫിയ പോസിറ്റീവ് ALL ഉപയോഗിക്കാം. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് CML കാര്യമാണ്. ഫിലാഡൽഫിയ പോസിറ്റീവ് ആയിട്ടുള്ള ALL ഈ മരുന്നുകൾ ഉപയോഗിച്ചേക്കാം. ദെൻ എത്ര നാൾ ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡാസിറ്റിംബൊക്കെ ആണെങ്കിൽ സാധാരണ പറയുന്നത് ഒരു 15 months ഒക്കെ പറയുന്നതെങ്കിലും 5 years വരെയൊക്കെ സാധാരണ ഉപയോഗിക്കാറുണ്ട്. സോ ഡിപ്പെൻഡ്സ്. ദാറ്റ് ഓൾ ഹാസ് ടു ബി ഡിസൈഡഡ് ബൈ ഡോക്ടർ ആയിരിക്കും തീരുമാനം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.